ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയൊരു ട്രെൻഡായി മാറുകയാണ് സ്പോട്ട് മാര്യേജ്. വർഷങ്ങൾക്കു മുൻപ് വിവാഹിതരായ ദമ്പതികൾ, ഗുരുവായൂരിൽ വിവാഹം നടത്തണമെന്ന ആഗ്രഹം പൂർത്തിയാകാതെ പോയവർ, വിവാഹ വാർഷിക ജൂബിലി ആഘോഷിക്കുന്നവർ, ഗുരുതര രോഗങ്ങളിൽ നിന്നു ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയവർ തുടങ്ങി നിരവധി പേരാണ് കണ്ണന്റെ സന്നിധിയിൽ വീണ്ടും വിവാഹച്ചടങ്ങ് നടത്തി ജീവിതബന്ധം പുതുക്കുന്നത്. ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നവർ ഉടൻ ടിക്കറ്റെടുത്ത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ചടങ്ങ് നടത്തുന്നതിനാലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇതിന് സ്പോട്ട് മാര്യേജ് എന്ന പേര് നൽകിയത്. കഴിഞ്ഞ മെയ് മാസത്തിൽ മാത്രം ഗുരുവായൂരിൽ നടന്ന 2315 വിവാഹങ്ങളിൽ 624 എണ്ണം ഇത്തരത്തിലുള്ള പുനർവിവാഹങ്ങളായിരുന്നു. ജൂൺ 19 വരെ നടന്ന 541 വിവാഹങ്ങളിൽ 229 എണ്ണവും സ്പോട്ട് മാര്യേജ് വിഭാഗത്തിൽപ്പെടുന്നു. 750 രൂപയുടെ ടിക്കറ്റെടുത്താൽ തുളസിമാല, നെയ്വിളക്ക്, കുങ്കുമതിലകം, മംഗളവാദ്യങ്ങളുടെ അകമ്പടിയോടെ 5 മിനിറ്റിനുള്ളിൽ ചടങ്ങ് പൂർത്തിയാക്കാം. ഫോട്ടോഗ്രഫി വേണമെങ്കിൽ 500 രൂപയുടെ അധിക ടിക്കറ്റും ലഭ്യമാണ്. അച്ഛനമ്മമാരുടെ വിവാഹം നേരിൽ കാണാൻ കഴിഞ്ഞില്ല എന്ന സങ്കടമുള്ള മക്കൾക്ക് മാതാപിതാക്കളുടെ വീണ്ടും താലിചാർത്തൽ കാണാനും ചിത്രങ്ങൾ പകർത്താനും കഴിയുന്ന അപൂർവ നിമിഷങ്ങളാണ് ഇവ. ചില നവദമ്പതികൾ വിവാഹസമയത്ത് ധരിച്ചിരുന്ന ചരടിലെ താലി സ്വർണമാലയിലേക്ക് മാറ്റി വീണ്ടും താലിയിടലും നടത്താറുണ്ട്. ഒരു കാലത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള വയോധിക ദമ്പതികളിൽ മാത്രം ദീർഘദാമ്പത്യത്തിനായി കണ്ടിരുന്ന ഈ ആചാരം ഇന്ന് എല്ലാ പ്രായക്കാരിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. കണ്ണന്റെ മുന്നിൽ വീണ്ടും കൈകോർക്കുന്ന ഈ നിമിഷങ്ങൾ ദാമ്പത്യത്തിന്റെ പുതുക്കിയ ആഘോഷമായി മാറുകയാണ്.